കനത്ത മഴയിലും കാറ്റിലും മധ്യകേരളത്തിൽ വ്യാപക നാശനഷ്ടം. കോട്ടയത്ത് വിവിധയിടങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി. ഇടുക്കി ചക്കുവള്ളത്ത് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വൈക്കം റെയിൽവേ സ്റ്റേഷനിൽ മരങ്ങൾ കടപുഴകി നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. പാലായിലും മീനടത്തും കുമരകത്തും നിരവധി മരങ്ങൾ നിലംപൊത്തി. പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി. കോളേജ് വിടുന്ന ഒരു സമയമായിരുന്നു. മഴയാണെങ്കിലും വളരെ അനേകം കുട്ടികൾ ഈ വഴിയിൽ, അതായത് കോളേജിൻ്റെ പ്രധാന വഴിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അനേകം വണ്ടികളും ഇവിടെ കാണേണ്ടതായിരുന്നു. അതായത് കളക്ടർ ഇന്ന് അവധി കൊടുത്തതുകൊണ്ട് വളരെ ഉപകാരമായി. അത് കളക്ടറോട് തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. ഇടുക്കിയിൽ ശക്തമായ കാറ്റിൽ മരപൊടിഞ്ഞു വീണ് വിവിധ മേഖലകളിൽ ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു. കുമളി ചക്കുപള്ളത്ത് മരക്കൊമ്പ് പൊടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. തമിഴ്നാട് KG-പെട്ടി സ്വദേശി സുധയാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പത്തനംതിട്ട റാന്നിയിൽ കനത്ത കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. KSEBയുടെ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. തൃശൂർ മാളയിലും മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. കോഴിക്കോട് തലക്കളത്തൂരും മിന്നൽ ചുഴലി ആഞ്ഞു വീശി. മരങ്ങൾ കടപുഴകി വീണു. 4 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മലപ്പുറം വേങ്ങരയിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.